കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് നിങ്ങൾക്ക് ഒരു തപാൽ ഡെസ്പാച്ച് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ അപ്രൂവ് ചെയ്തൊരു ഡ്രാഫ്റ്റ് എടുക്കുക. അതിനുശേഷം ആഡ് റെസിപ്പിയൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് റെസിപ്പിയൻറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻട്രായി ഓഫീസ് മുകളിലായിട്ടുള്ള ഇൻട്രായി ഓഫീസ് എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് നിങ്ങൾ കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് എടുക്കുക. കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് എടുക്കുക. അതിനുശേഷം വലതുവശത്തായിട്ട് കാണുന്ന സെർച്ച് ബോക്സിൽ CRU എന്ന് സെർച്ച് ചെയ്യാം. CRU എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേന് CRU സ്റ്റാറ്റേഡ്, ECC CRU, പെൻഷൻ CRU, വെൽഫെയർ CRU, എസ്റ്റാബ്ലിഷ്മെന്റ് CRU എന്ന് പറഞ്ഞിട്ട് നമുക്ക് പല CRUs കാണാനായിട്ട് പറ്റും. ഇതിൽ സെൻട്രൽ രജിസ്ട്രി യൂണിറ്റ്, അതായത് സെൻട്രൽ രജിസ്ട്രി യൂണിറ്റ് എന്ന് പറഞ്ഞ CRUയിലേക്ക് മാത്രമേ നിങ്ങൾ തപാൽ ഡിസ്പാച്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ ആരെങ്കിലും തപാൽ ഡിസ്പാച്ച് ചെയ്യുകയാണെങ്കിൽ CRU എടുക്കുമ്പോൾ, ബോർഡിൻ്റെ CRU എടുക്കുമ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ CRU കാണാനായിട്ട് പറ്റും. അതിൽ സെൻട്രൽ രജിസ്ട്രി യൂണിറ്റ് എന്ന് പറഞ്ഞ CRUയിലേക്ക് മാത്രമേ നിങ്ങൾ തപാൽ അയക്കാനായിട്ട് പാടുള്ളൂ. ഇതിൽ വെൽഫെയർ എന്ന് പറഞ്ഞിട്ടും പെൻഷൻ എന്ന് പറഞ്ഞിട്ടും ECC എന്ന് പറഞ്ഞിട്ടും സ്റ്റാറ്റേഡ് എന്ന് പറഞ്ഞിട്ടും അഡീഷണൽ CRUs ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട അപേക്ഷയാണെങ്കിൽ നിങ്ങൾ സെൻട്രൽ രജിസ്റ്റർ യൂണിറ്റിലേക്ക് ആണ് അയക്കേണ്ടത്. അത് അയച്ചതിന് ശേഷം വെൽഫെയർ സെക്ഷനിൽ കൂടി ഷെയർ ചെയ്യാം. വെൽഫെയർ സെക്ഷൻ്റെ CRUയിലേക്ക് കൂടി അയക്കാം. ഇനി പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് ആണ് അയക്കുന്നതെങ്കിൽ സെൻട്രൽ രജിസ്റ്റർ യൂണിറ്റ് എടുക്കുക, സെൻട്രൽ രജിസ്റ്റർ യൂണിറ്റിലേക്ക് അയക്കുക. അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക, അതിനൊപ്പം തന്നെ പെൻഷൻ്റെ CRU കൂടി സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾ ECC ആയിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് ആണ് അയക്കുന്നതെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, ബോർഡിൻ്റെ CRU സെൻട്രൽ രജിസ്റ്റർ യൂണിറ്റ് എടുക്കുക, അത് ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, പെൻഷൻ്റെ CRUയിലേക്ക് കൂടി അയക്കുക.